ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ തങ്ങളുടെ സഖ്യകക്ഷികൾക്കുണ്ടായ വൻ നാശനഷ്ടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും പുനർനിർമ്മാണത്തിനുമായി ഇറാനിയൻ ആസ്തികൾ തിരിച്ചുവിടാൻ അമേരിക്കൻ സർക്കാർ നീക്കം നടത്തുന്നതായി റിപ്പോർട്ട്. കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇറാൻ നടത്തിയ ശക്തമായ ആക്രമണങ്ങൾക്ക് പിന്നാലെ കൂടുതൽ ഡ്രോണുകൾ വിക്ഷേപിച്ച് ടെഹ്റാൻ യുദ്ധം ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് യുഎസിന്റെ ഈ അടിയന്തര നീക്കമെന്ന് വിദേശ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇറാൻ ഇതിനകം ഗൾഫ് രാജ്യങ്ങൾക്ക് വരുത്തിവെച്ച നാശനഷ്ടങ്ങളുടെ കൃത്യമായ ചിലവ് കണക്കാക്കാൻ യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഒരു പ്രത്യേക സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭാവിയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ പരിഹാരത്തിനും ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കുന്നത് യുഎസ് പരിഗണിക്കും. 3 മാസമായി തുടരുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ അമേരിക്ക മരവിപ്പിച്ച തങ്ങളുടെ $24 ബില്യൺ ആസ്തികൾ വിട്ടയക്കുന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഉപദേശകൻ മൊഹ്സൻ റസായി വ്യക്തമാക്കിയതിന് തൊട്ടടുത്ത ദിവസമാണ് യുഎസിന്റെ ഈ പുതിയ വെളിപ്പെടുത്തൽ. യുഎസ് ട്രഷറി ഏത് തരത്തിലുള്ള ആസ്തികളാണ് ഇതിനായി പരിശോധിക്കുന്നതെന്ന് വ്യക്തമല്ലെങ്കിലും പുതിയ നടപടികൾ മരവിപ്പിച്ച ആസ്തികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നാണ് സൂചന. ആസ്തികൾ കണ്ടുകെട്ടുമെന്ന യുഎസിന്റെ ഈ ഭീഷണി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ ദുർബലമായ വെടിനിർത്തൽ ചർച്ചകളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഹോർമുസ് കടലിടുക്കിൽ രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തിയ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ യുഎസ് സേന വെടിവെച്ചിട്ടിരുന്നു. ഇതിനു പിന്നാലെ ഹോർമുസ് കടലിടുക്കിലെ ഗോരുഖ്, ഗേഷം ദ്വീപ് എന്നിവിടങ്ങളിലെ ഇറാന്റെ തീരദേശ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് ശക്തമായ ആക്രമണം നടത്തി. ശനിയാഴ്ച വൈകിയും കപ്പലുകൾക്ക് ഭീഷണിയായ 2 ഇറാനിയൻ ഡ്രോണുകൾ കൂടി യുഎസ് സൈന്യം തകർത്തു. തങ്ങളുടെ റഡാർ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് തിരിച്ചടിയായി കുവൈറ്റിലെയും ബഹ്റൈനിലെയും യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ തങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് പ്രഖ്യാപിച്ചു. ജനവാസ മേഖലകൾക്ക് മുകളിലൂടെ പാഞ്ഞുപോയ 7 ബാലിസ്റ്റിക് മിസൈലുകളെ കുവൈറ്റ് സൈന്യം പ്രതിരോധിച്ചെങ്കിലും കടുത്ത ഭൗതിക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈനിൽ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങുകയും ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കുവൈറ്റും ബഹ്റൈനും ഇറാന്റെ ഈ ആക്രമണങ്ങളെ കടുത്ത ഭാഷയിൽ അപലപിച്ചു. 6 മിസൈലുകൾ തങ്ങൾ തടസ്സപ്പെടുത്തിയെന്നും 7ാമത്തേത് ലക്ഷ്യം കണ്ടില്ല എന്നുമാണ് യുഎസ് സൈന്യം വ്യക്തമാക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള താൽക്കാലിക കരാറിനായി ഇരു രാജ്യങ്ങളും പരോക്ഷ ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും കനത്ത ഏറ്റുമുട്ടലുകൾ കാരണം കരാർ ഇപ്പോഴും വൈകുകയാണ്. എണ്ണ വരുമാനത്തിന് മേലുള്ള ഉപരോധങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേലുള്ള യുഎസ് ഉപരോധം പിൻവലിക്കണമെന്നുമാണ് ടെഹ്റാൻ ആവശ്യപ്പെടുന്നത്. നിലവിൽ ആഗോള എണ്ണ ഗതാഗതത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഫലപ്രദമായി തടഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി കത്തുമായി ശനിയാഴ്ച ടെഹ്റാനിലെത്തി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനിക്കായി നൽകിയ പ്രത്യേക കത്ത് അദ്ദേഹം കൈമാറിയതായാണ് വിവരം. അമേരിക്കൻ പെട്രോൾ വില വർദ്ധിക്കുന്നതിനാൽ ഈ ജനപ്രീതിയില്ലാത്ത യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ കടുത്ത ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. ഇറാന്റെ മിസൈൽ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും തകർത്തതായും എന്നാൽ ഇറാന്റെ പക്കൽ ഇപ്പോഴും 21% മുതൽ 22% വരെ മിസൈലുകൾ അവശേഷിക്കുന്നുണ്ടെന്നും ട്രംപ് മാധ്യമങ്ങളോട് സംവദിച്ചു. ഈ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെയും മാനുഷിക സഹായങ്ങളെയും കടുത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്.